നമ്മുടെ സകല കഷ്ടങ്ങളിലും അവൻ നമ്മെ ആശ്വസിപ്പിക്കും. എന്തിനാണെന്നറിയാമോ? മറ്റുള്ളവരെ ആശ്വസിപ്പാൻ ശക്തരാകേണ്ടതിനും. അതുകൊണ്ട് ഒരു ദൈവ പൈതൽ പ്രയാസങ്ങൾ കൂടെ കടന്നു പോകുന്നുവെങ്കിൽ ഒരിക്കലും നിങ്ങൾ ചിന്തിക്കരുത് നിങ്ങൾ പരാജിതരാകും. ഒന്നേ ഉള്ളൂ പറയാൻ, യു വിൽ ബി പ്രമോട്ടഡ്. നിങ്ങൾക്കൊരു പ്രമോഷനായിരിക്കും കിട്ടുന്നത്. ഒരിക്കലും ഒരു പരാജയമാകത്തില്ല. ദൈവത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്നെ വിടിവിക്കുക എന്നുള്ളതാ. ദൈവത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്നെ തകർത്ത് കളയുവാനല്ല. ദൈവത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്നെ വിടിവിക്കുവാനാ. ഫ്രാങ്ക്ലിൻ ഗ്രഹാം എന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസൻ, അദ്ദേഹം തൻ്റെതായിരിക്കുന്ന ഓട്ടോബയോഗ്രഫിയിൽ റെബൽ വിത്ത് എ കോസ് എന്ന ബുക്കിൽ ഇപ്രകാരം അദ്ദേഹത്തിൻ്റെ ഒരു സാക്ഷ്യം പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം ഒരു ചെയിൻ സ്മോക്കറായിരുന്നു. രക്ഷയിലേക്ക് കടന്നു വരുന്ന സമയത്ത് രക്ഷിക്കപ്പെട്ടതിന് ശേഷം ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം തൻ്റെ ജീവിതത്തിൽ ഭയങ്കരമായിട്ട് വീണ്ടും സ്മോക്ക് ചെയ്യുവാനുള്ളൊരു ആഗ്രഹമുണ്ടായി. അദ്ദേഹം തൻ്റെ അടുത്തൊരു സുഹൃത്തുണ്ട്, റോയ് എന്ന് പറഞ്ഞ്, അദ്ദേഹവുമായിട്ട് സംസാരിച്ചപ്പോൾ ഇപ്രകാരം പറഞ്ഞു, എനിക്ക് തോന്നുന്നില്ല ഈ സിഗരറ്റ് ഞാൻ വിട്ടുകളഞ്ഞതായിരിക്കുന്ന സിഗരറ്റ് വലിയിൽ നിന്നോ ഞാൻ വിടുവിക്കപ്പെടുവാൻ സാധിക്കുമോ എന്ന് എനിക്കറിയത്തില്ല. ഇതെന്നെ വല്ലാതെ ഹോണ്ട് ചെയ്യുക. ഞാൻ വീഴുവാനിടയായി തീരും എന്ന് ഞാൻ ഭയപ്പെടുന്നു. ആ റോയ് എന്ന് പറഞ്ഞ് ദൈവദാസന് ഇപ്രകാരം പറഞ്ഞു, നീ ചെയ്യേണ്ട ഒരൊറ്റ കാര്യമാ, നീ ഒന്ന് മുട്ടുമടക്കാൻ പറഞ്ഞു. എന്നിട്ട് നീ ദൈവത്തോട് പറയണം, ദൈവമേ നീ ഒരു കള്ളനാ. അന്നേരം ഈ ഫ്രാങ്ക്ലിൻ പറഞ്ഞു, ഒരിക്കലും ഞാനത് പറയത്തില്ല. അന്നേരം ഈ ദൈവദാസൻ പറഞ്ഞു, നീ ഒന്ന് വായിച്ചു നോക്കിയേ 1 കൊരിന്ത്യർ 10:13. ആ ദൈവദാസൻ അവിടെ വെച്ച് മുട്ടുമടക്കി ദൈവത്തോട് പറഞ്ഞു, കർത്താവേ എൻ്റെ ബലഹീനതയിൽ ബലം പകരുവാൻ നീ മതിയായ ദൈവമാ. ഫ്രാങ്ക്ലിൻ്റെ സാക്ഷ്യം ഇപ്രകാരമാണ്. പിന്നീട് ഒരിക്കലും താനൊരു പരാജിതനായി തീർന്നില്ല. താൻ ഒരിക്കലും ഒരു അഡിക്ഷനായി വന്നില്ല.